ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ഒന്നും ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ മൈറ്റി ജയന്റ് സാംസങ് ഗാലക്സി S25 സീരീസ് അടുത്ത മാസം ജാനുവരി 23 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ 4 സീരീസുകളാണ് വരാൻ പോകുന്നത്. അതിൽ ഒരു ഇച്ചിരി മാറ്റം വരുത്താൻ പോകുന്ന ഒരു സീരീസ് വരാൻ പോകുന്നുണ്ട്. ഗാലക്സി S25 സ്ലിം എന്ന് പറയുന്ന മോഡലാണ് വരാൻ പോകുന്നത്. അതിൻ്റെ തിക്നെസ് അവർ പറയുന്നത് ഒന്നില്ലെങ്കിൽ 6mm അല്ലെങ്കിൽ 7mm തിക്നെസ് വെച്ചിട്ടായിരിക്കും ഇറക്കുക എന്നാണ് സാംസങ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ XR എന്ന് പറയുന്ന ആ ഒരു മോഡൽ അവരുടെ ലൈവ് ഈവൻറ്റിൽ അവരത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാംസങ്ങിൻ്റെ ഗാലക്സി S25 സ്ലിമ്മിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് ചിപ്സെറ്റ് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. 200 മെഗാ പിക്സൽ, 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, 50 മെഗാ പിക്സൽ പോർട്രേറ്റ് ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 200 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ്, 4700 mAh ബാറ്ററി, പിന്നെ 6.6 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനൊക്കെ വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് സാംസങ് S25 സ്ലിം. പക്ഷേ ഇത് ക്വാർട്ടർ ഒരു 3-ാം വാരയോടക്കിനെ കൂടിയിട്ടായിരിക്കും ഇതിൻ്റെ ലോഞ്ചിങ് വരാൻ പോകുന്നത്. പക്ഷേ ലൈവ് ഇവൻറ്റിൽ S25 പ്ലസ് അൾട്രാ സ്ലിം 4 എഡിഷൻ വെച്ചിട്ട് ഇറങ്ങും. അതിൻ്റെ കൂടെ XRും വരാൻ പോകുന്നുണ്ട്. ഇനി അടുത്ത ഒരു റൂമർ, പിഞ്ച് ഓഫ് സോൾട്ട് വേണമെന്ന് പറയാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുടിച്ചിട്ട് തുപ്പിക്കളയാവുന്ന ഒരു റൂമറും കൂടിയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാലക്സി S25 256 GB സ്റ്റോറേജും 12 GB റാമും വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നതാണ് പറയണ കേട്ട്. അതൊരു റൂമറാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം. ഇനി S25 അൾട്രയിലേക്ക് വരുമ്പോൾ 256 GB 16 GB കൊണ്ടുവരും എന്നുള്ളൊരു റൂമറും കൂടെ ഉണ്ട്. എനിക്ക് സാംസങ്ങിനോട് ഇത് റൂമർ ആണെങ്കിൽ പോലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് 16 GB റാമുള്ള ഒരു ഫോണ് നിങ്ങൾ ഇറക്കിയേ പറ്റൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റൂമറിൽ ഒരു 16 GB കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലൈവ് ഈവൻറ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത മാസം 23 അത് ഒന്നില്ലെങ്കിൽ അവർ 12 GB വെച്ചിട്ട് ഇറക്കുമോ അല്ലെങ്കിൽ 16 GB വെച്ചിട്ട് ഇറക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കിപ്പോഴുണ്ട്. അപ്പോൾ ആ ഒരു ലൈവ് ഈവൻറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യണം. അടുത്ത ഒരു അപ്ഡേറ്റും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാംസങ്ങിൻ്റെ One UI ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് സൂപ്പർ HDR വീഡിയോ ഇനി നമുക്ക് ടോഗിൾസിൽ പോയിട്ട് നമുക്ക് ഓണാക്കുകയും ചെയ്യാം, ഓഫാക്കിടുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അഡ്വാൻസ് ഫീച്ചർ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഈ സൂപ്പർ HDR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ടോഗിൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഓഫാക്കാം അല്ലെങ്കിൽ ഓണാക്കാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങളുടെ ഗാലക്സി S24 സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഗാലക്സി Z Flip 6, Z Fold 6, ഇനി നിങ്ങളുടെ കയ്യിൽ S23 അൾട്ര ഒക്കെ ഉണ്ടെങ്കിൽ യു ആർ റെഡി ടു ഗോ ഫോർ ദ അപ്ഡേറ്റ്. വിവോൻ്റെ ഒരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണ് ഈ മാസം ഇറങ്ങാൻ പോകുന്നുണ്ട്. വിവോൻ്റെ Y29 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത് Dimensity 6300 എന്ന് പറയുന്ന ചിപ്സെറ്റും 44 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡാണ് വരാൻ പോകുന്നത്. പിന്നെ ബാറ്ററി 5500 mAh ബാറ്ററി ബാക്കപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് IP64 റേറ്റിംഗ് വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അതായത് വാട്ടർ റെസിസ്റ്റൻറ്റും പിന്നെ നമുക്ക് ആവിയിൽ ഇട്ട് കഴിഞ്ഞാലും ഫോണിൻ്റെ ഉള്ളിൽ ആവി കാരണം ഫോണിന് കംപ്ലൈൻറ്റ് വരില്ല. അതുകൊണ്ടാണ് ഇതിന് IP64 എന്ന് പറയാനുള്ളൊരു കാരണം.
6 റേറ്റിംഗ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ മുന്നത്തെ അവരുടെ Y28 5Gൻ്റെ സെയിം ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇപ്രാവശ്യം വിവോക്കാർ അവരുടെ Y29 5Gയിലും ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റെൻഡർ നിങ്ങൾ ഇതിൽ പോയി കാണാം. ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ മേടിക്കാം. ഇത് മിഡ് റേഞ്ചിലല്ല, ഒരു ബേസിക് റേഞ്ചിൽ ഏറ്റവും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ വിവോയുടെ Y29 5G എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. റെൻഡർ പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ 14 സീരീസും അതേപോലെ ആപ്പിളിൻ്റെ 4SE എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എഡിഷൻ ഫോണ് അടുത്ത വർഷം മുതൽ ഇനി വ്യാപാരത്തിൽ സെയിൽ നടക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ട് ഉള്ള നിയമം യൂറോപ്യൻ യൂണിയൻ്റെ നിയമപ്രകാരം ഇനി അടുത്ത വർഷം മുതൽ 14 സീരീസും iPhone 4SE വിൽക്കാൻ പാടില്ല. അതിന് പകരം അവർക്ക് iPhone 15 സീരീസും 16 സീരീസിൻ്റെ മോഡൽസ് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അതേപോലെ വേറൊരു അപ്ഡേറ്റും കൂടെ പറയാനുള്ളത് വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് ആണ്. അതായത് മുന്നത്തെ മോഡലുകളൊക്കെ ഉണ്ടല്ലോ, ഈ ജിഞ്ചർ ബേർഡ്, കിറ്റ്കാറ്റ്, അങ്ങനത്തെ ഫോണുകളൊക്കെ നിലവിൽ ഉപയോഗിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എല്ലാ നിലവിലും മിക്ക ആൾക്കാരുടെ കയ്യിലും കിറ്റ്കാറ്റിന് മുകളിൽ ഉള്ള മോഡലുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യണത്. ഇനി കിറ്റ്കാറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ജിഞ്ചർ ബ്രെഡൊക്കെ യൂസ് ചെയ്യുന്ന ആ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉള്ള ഫോണുകൾക്ക് ഇനി വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് വരില്ല. അത് മാത്രമല്ല, അതിലിനി വാട്സാപ്പ് വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേഷൻ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അനൗൺസ്മെൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ്. സാംസങ് സ്വന്തമായിട്ടൊരു കാർട്ടൂൺ ക്യാരക്ടർ മെമ്മറി കാർഡ് ഇറക്കാൻ പോകുന്നുണ്ട്. സോണിക് ദ ഹെഡ്ജോഗ് എന്ന് പറഞ്ഞ ആ ഒരു എഡിഷൻ്റെ ഒരു മെമ്മറി കാർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെൻഡർ ഇതിൽ ഇടുന്നതാണ് ഗായ്സ്. റിയൽമി അടുത്ത മാസം പുതിയ സീരീസ് ലോഞ്ചിങ് ഇറക്കാൻ പോകുന്നുണ്ട്. റിയൽമിയുടെ 14 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ റിയൽമി 14 Pro Plus അവർ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന് പറഞ്ഞ 2.4 GHz ക്ലോക്കിംഗ് സ്പീഡുള്ള ആ ഒരു പ്രോസസ്സർ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. LPDDRൻ്റെ 4X റാമും പിന്നെ UFS 2.2 സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയൽമിയുടെ 14 Pro Plusനും ഒരു പേൾ വൈറ്റ് എഡിഷൻ വരാൻ പോകുന്നുണ്ട്. ഈ പേൾ വൈറ്റ് എഡിഷനിൽ ഇൻ്റർചേഞ്ചബിൾ കളർ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അതായത് അൾട്രാ വയലറ്റ് ലൈറ്റ് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ അതൊരു പുതിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു അപ്ഡേറ്റും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റിയൽമിയുടെ സൈഡിൽ നിന്നാണ് റിയൽമി സ്വന്തമായിട്ട് ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അതിൻ്റെ R&D ടീം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് രമണ റിയൽമി സ്വന്തമായിട്ട് ഇനി ക്വാഡ് കർവ് ആമോലെഡ് സ്ക്രീന് ഉണ്ടാക്കാൻ പോവുകയാണ്. അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അടുത്തത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദ്രാസിലുള്ള IIT എന്ന് പറയുന്ന വലിയൊരു IT കമ്പനിക്കാർ സ്വന്തമായിട്ട് സ്ക്രീനുകൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആമോലെഡ് സ്ക്രീൻ, അതായത് അവർ ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, വാച്ച്, മൊബൈൽ ഫോൺസ് എന്നിവയ്ക്കൊക്കെ അവർ IIT എന്ന് പറയുന്ന മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിക്കാർ പുതിയ ഒരു അഡാർ R&D ടീമായിട്ട് വരാൻ പോവുകയാണ്. സാംസങ്ങിനും LGക്കും മാത്രമല്ല ഇനി ആമോലെഡ് സ്ക്രീൻ ഉണ്ടാക്കാൻ പറ്റുക. നമ്മുടെ ബോയി എന്ന് പറയുന്ന ചൈനീസ് കമ്പനി പോലും ഡിസ്പ്ലേ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഐ ആം വെരി പ്രൗഡ് ഓഫ് ടു സേ ദാറ്റ് ഇന്ത്യക്കാരും ആമോലെഡ് സ്ക്രീന്
ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകും. ഹാറ്റ്സ് ഓഫ് ടു IIT ടെക്നോളജി മദ്രാസിലേക്ക്, തമിഴ്നാട് മദ്രാസ്. ഹാറ്റ്സ് ഓഫ് ടു ഫോർ സച്ച് കൈൻഡ് ഓഫ് ആൻ ഇനീഷ്യേറ്റീവ് എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളോട് പറയണം. വിവോന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോ ഒരു പുതിയൊരു പാഡ് ഇറക്കാൻ പോകുന്നുണ്ട്. വിവോ പാഡ് 4 Pro എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നതും. LCD സ്ക്രീനാണ്, 13 ഇഞ്ചിൻ്റെ LCD സ്ക്രീനും 12000 mAh ബാറ്ററി, ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നതും. അതും TCMCൻ്റെ ARM ചിപ്പ് സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു വിവോ പാഡ് 4 Pro ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ഒരു അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇതൊരു 85,000 to 90,000 ഉള്ളിൽ ഈ ഒരു പാഡ് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ചിട്ടും വെല്ലുവിളിക്കാൻ പറ്റിയ ഒരു ചിപ്സെറ്റാണ് ഈ ഡിമെൻസിറ്റി 9400. ഈ വർഷത്തെ 2024 ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നത് ഡിമെൻസിറ്റി 9400 ആണ്. അതിനുശേഷമാണ് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ഇറങ്ങിയത്. ഇനി 2025 ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ഇപ്പോൾ നിലവിലുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ചിപ്സെറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇത് സ്നാപ്ഡ്രാഗൺ 8 Elite എന്തായാലും തീർച്ചയായിട്ടും നവംബറിൽ ഇറങ്ങിയ ഒരു സംഭവമാണ്. പക്ഷെ അത് കണക്കിൽ കൂട്ടൂല, അത് 2025 കണക്ക് കൂട്ടുള്ളൂ. ഇപ്പം നിലവിൽ 2024 ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ഇപ്പം നിലവിലുള്ളത് ഡിമെൻസിറ്റി 9400 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അതിനുശേഷമാണ് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3 ചിപ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാനുള്ളത്. അപ്പോൾ അംഗീകരിച്ചേ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വിവോ പാഡ് 4 Pro എന്ന് പറഞ്ഞ ഈ പാഡ് ഉണ്ടല്ലോ, ഇതൊരു അടാർ മുതൽ സാധനം തന്നെയാണ്. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി ഒരു പുതിയ ഒരു ചിപ്സെറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഡിമെൻസിറ്റി 8400 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിപ്സെറ്റ് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് റെഡ്മിക്കാരാണ് ഈ ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് MI കമ്പനിയാണ് ഈ ഒരു ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിമെൻസിറ്റി 8400 എന്ന് പറയുന്ന ചിപ്സെറ്റ്. ഇനി ഇതിൻ്റെ സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് 3.5 GHz ക്ലോക്കിംഗ് സ്പീഡാണ് കൊടുക്കാൻ പോകുന്നത്. LPDDR5X UFS 4.0 സിസ്റ്റം. പിന്നെ 144 Hz റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. റെസൊല്യൂഷൻ വരുമ്പോൾ വൈഡ് ക്വാഡ് HD+ റെസൊല്യൂഷനും സപ്പോർട്ട് ചെയ്യും. 108 MP ക്യാമറ സെൻസറും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇനി റെഡ്മിയുടെ ടർബോ 4 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്, അല്ല മൊബൈലാണ്, ചിപ്സെറ്റ് അല്ല മൊബൈലാണ് ഈ ഡിമെൻസിറ്റി 8400 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ തന്നെ റീബ്രാൻഡിങ് ആയിട്ടുള്ള പോക്കോ 7 Proനും യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം ചിപ്സെറ്റാണ്. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 8400 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തീർച്ചയായിട്ടും MI കമ്പനിയായിരിക്കും ഈ ഒരു ചിപ്സെറ്റ് ആദ്യം യൂസ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കമ്പനിക്കാർ ഗ്രാജുവലി ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ചെയ്യും ഈ ഒരു ചിപ്സെറ്റ്. അവരുടെ ഫോണുകളിലും ഈ ഒരു ചിപ്സെറ്റ് വരുന്നതാണ്. ഷിയോമി അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഷിയോമിൻ്റെ 15 Ultra അടുത്ത വർഷം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത വർഷം ഒരുപാട് വലിയ വലിയ കമ്പനികൾ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റും ഫ്ലാഗ്ഷിപ്പ് സീരീസ് സ്മാർട്ട് ഫോണുകളും വരാൻ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വേറൊരു ലെവൽ മുതൽ സാധനമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഷിയോമിയുടെ 15 Ultra OLED സ്ക്രീനാണ്. പിന്നെ 6.7 അല്ലെങ്കിൽ 6.8 ഇഞ്ചിലൊക്കെ ആയിരിക്കും ഇറക്കുക എന്ന് വേണമെങ്കിൽ പ്രതീക്ഷ. 6.7 പകരം ചിലപ്പോൾ ഇത് 6.8 ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് വലിയൊരു കൺസിഡറേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്ക്രീന് 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. 1.5K അല്ല, 2K റെസൊല്യൂഷനാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതും OLED 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 90 Watts ചാർജിങ് സ്പീഡ്, 50 Watts
വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 80 ലൈറ്റ് ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അതന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയണത്. പിന്നെ ക്യാമറ സെൻസർ യൂസ് ചെയ്യുന്നത് സോണിയുടെ LYT900 സ്റ്റാക്ട് സെൻസറാണ്. അത്രക്കും ഫാസ്റ്റ് റീഡിങ് സെൻസറാണ് സ്റ്റാക്ട്. അപ്പോൾ ആ സെൻസർ കൂടെ ഇറക്കുമ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും മാറുമെന്നുള്ളത് യാതൊരു രീതിയിലും ഡൗട്ട് വേണ്ട. പിന്നെ പോരാത്തതിന് രമണ ഇതിൻ്റെ ക്യാമറ മെഗാ പിക്സൽ അവർ യൂസ് ചെയ്യാൻ പോകുന്നത് 200 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ലെൻസും കൂടെയാണ് ഇറക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ വർഷം ഷിയോമി അൾട്ര വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ക്യാമറ വാസ് ഷിയോമി 14 അൾട്ര. ഇനി 15 അൾട്ര എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. വേൾഡ് ക്ലാസ് സാധനമായിരുന്നു ഷിയോമി 14 അൾട്ര. എൻ്റെ പേഴ്സണൽ അഭിപ്രായം യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 16 GB റാമൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് ഇറങ്ങിയത്. സ്നാപ്ഡ്രാഗൺ Gen 3 ചിപ്സെറ്റ്. ഈവൻ ഹോണറിൻ്റെ മാജിക് 7 പ്രോനെ തൂക്കിയിട്ടിട്ട് അടിച്ച മോഡലാണ് ഷിയോമി 14 അൾട്ര. ഇപ്രാവശ്യം അത് വെല്ലുവിളി ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ ഫോർ ഷിയോമി 15 അൾട്ര എന്ന് വേണമെങ്കിൽ പറയാം. വേൾഡ് ക്ലാസ് ഫോണാണ്, ഒരു രക്ഷയല്ല. അഡാർ മുതൽ HMD അമ്മാവൻ്റെ, അതായത് നോക്കിയ അമ്മാവൻ്റെ HMD പൾസ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന് ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി നത്തിങ്ങിൻ്റെ കാൾപൈ അണ്ണൻ്റെ നത്തിങ് 2A പ്ലസ് ഫോണിനൊക്കെ സർക്കിൾ ടു സെർച്ച്, ഗൂഗിളിൻ്റെ സർക്കിൾ ടു സെർച്ചിൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. എൻ്റെ ഫോണിന് സർക്കിൾ ടു സെർച്ചിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രയൽ ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഓൾറെഡി സാംസങ്ങിലും പിന്നെ അതേപോലെ തന്നെ ഗൂഗിളിലും ആണല്ലോ ആദ്യം ഇറങ്ങുക. തീർച്ചയായിട്ടും എൻ്റെ ഫോൺ അത്രക്കും നല്ല സെൽ ഔട്ടും നല്ല റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം വന്ന ഗൂഗിൾ അമ്മാവൻ തന്ന എനിക്കിഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ സർക്കിൾ ടു സെർച്ച്. എനിക്ക് ഡെമോ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല, കാരണം ഞാനിത് മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു SLR ക്യാമറ വെച്ചിട്ട് ഇനി വരുന്ന എല്ലാ അപ്ഡേറ്റുകളും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ നത്തിങ് 2 യൂസ് ചെയ്യുന്ന ആൾക്കാരും 2A യൂസ് ചെയ്യുന്ന ആൾക്കാരും 2A പ്ലസും യൂസ് ചെയ്യുന്ന ആൾക്കാരും പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗൈസ്. ക്വാൽകോം ഈ വർഷം കേസ് ജയിച്ചിട്ടുണ്ട്. ആരായിട്ടാണ് കേസ് ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ARM എന്ന് പറയുന്ന ബ്രിട്ടൻ കമ്പനിയായിട്ടാണ് കേസ് ജയിച്ചത്. കാരണം അന്വേഷിച്ചപ്പോൾ രമണ എനിക്ക് മനസ്സിലായത് സ്നാപ്ഡ്രാഗൺ 80 ലൈറ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഇറക്കിയത്. അത് പവേർഡ് ബൈ ക്വാൽകോം. അതിൻ്റെ ഡിസൈനും ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് IT ടീമാണ് ആ ഒരു ചിപ്സെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും പെർഫോമൻസും കൊടുത്തിട്ടുള്ളതും. അപ്പോൾ നേരത്തെ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 എന്ന് പറയുന്ന ചിപ്സെറ്റ് ഒക്ടോബറിൽ ഇറങ്ങേണ്ടത് അവരത് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ട് അവർ വലിയൊരു തീരുമാനം എടുത്ത് ഇനി ARMൻ്റെ പകരം സ്വന്തമായിട്ട് സ്നാപ്ഡ്രാഗൻ്റെ X Elite എന്ന് പറയുന്ന അവരുടെ കമ്പ്യൂട്ടർ ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിസൈനേഴ്സിനെ വെച്ചിട്ട് അവർ മൊബൈലിലും അതേ പെർഫോമൻസ് കൊടുത്തിട്ട് ചിപ്പ് ഉണ്ടാക്കി അതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ടാക്കിയ മുതലുകളാണ് ഈ സ്നാപ്ഡ്രാഗൻ്റെ കമ്പനിക്കാർ. അവർ വേറെ കമ്പനിക്ക് ARMന് കൊടുക്കുന്ന പകരം സ്വന്തമായിട്ട് ഡിസൈനും ആർക്കിടെക്ചറും ഉണ്ടാക്കിയ ആൾക്കാരാണല്ലോ ഈ സ്നാപ്ഡ്രാഗൺ. നല്ല ഒരു കലിപ്പായി ആർക്ക് ARMന് കലിപ്പായി, ദേഷ്യമായി, കാന്താരി മുളകും കഴിച്ചിട്ട് കോടതിയിലേക്ക് കേസ് കൊടുത്ത് വിചാരണ വന്നു.
വിചാരണ വന്നപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് സ്നാപ്ഡ്രാഗൺ ആ കേസിൽ വിജയിച്ചു. വലിയൊരു കാര്യം. ഇപ്പം സ്നാപ്ഡ്രാഗൺ ഇനി അടുത്ത് വരാൻ പോകുന്നതൊക്കെ സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലൈറ്റ് എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റുകളായിരിക്കും പറക്കാം. കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് 60 ഡേയ്സിൻ്റെ ടെർമിനേഷനാണ് ARM കൊടുത്തത്. അതൊക്കെ പരിപൂർണമായിട്ട് വിജയിച്ചു. കോടതിയിൽ പോയി കേസ് വിജയിച്ചു. സ്നാപ്ഡ്രാഗൺ ഇപ്പം നിലവിൽ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. 2025 മുതൽ ഇപ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് 2025 മുതൽ ഈ ഒരു നവംബർ മുതലുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് ചിപ്സെറ്റാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളിക്കുമ്പോൾ സൂക്ഷിച്ച് വെല്ലുവിളിക്കണം, ഇല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ പോകരുത് എന്നാണ് എനിക്ക് ARMനോട് പറയാനുള്ളത്. കാരണം ARM ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സ്നാപ്ഡ്രാഗൺ 10 പടി മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് ഈ ഒരു ആർക്കിടെക്ചറും ഡിസൈനും പെർഫോമൻസും കൊടുത്തത്. അപ്പോൾ ആ ഒരു കാര്യത്തിലുണ്ടല്ലോ സ്നാപ്ഡ്രാഗനോട് വലിയൊരു ബിഗ് സല്യൂട്ട്. ഇനി അത് മാത്രമല്ല, സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലൈറ്റ് 2ൻ്റെ ചിപ്സെറ്റ് മാസ് പ്രൊഡക്ഷൻ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന TSMC 3 നാനോമില്ലിമീറ്ററിൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഇറക്കാം. ഇതിലൊരു പിഞ്ച് ഓഫ് റൂമറും കൂടെ ഉണ്ട്. സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് ഇനി പവേർഡ് ബൈ സാംസങ് എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വരാൻ പോകുന്നില്ല. അതിന് പകരം പവേർഡ് ബൈ സ്നാപ്ഡ്രാഗൺ ആയിരിക്കും വരാൻ പോകുന്നത്. അതൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം കഴിഞ്ഞ വർഷം ഇറ്റ് വാസ് പവേർഡ് ബൈ സാംസങ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 TSMC കമ്പനി ഉണ്ടാക്കിയിട്ടും ഇറ്റ് വാസ് പവേർഡ് ബൈ സാംസങ്. ഇപ്രാവശ്യം അത് നടക്കാൻ പാടില്ല. അതിനു പകരം S25 സീരീസിന് പവേർഡ് ബൈ സാംസങ്ങിൻ്റെ പകരം പവേർഡ് ബൈ ക്വാൾകോം ആയിരിക്കണം വരേണ്ടതും. അതും സ്നാപ്ഡ്രാഗൻ്റെ 8 ഇലൈറ്റ് ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കണം ഇറങ്ങേണ്ടത്. ആ തീരുമാനം എടുത്താലോ ആരോട്? ക്വാൾകോം. ആ തീരുമാനത്തോട് 100% യോജിക്കുന്നു. ലാവ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇതിൻ്റെ ബാക്കിൽ LED ലൈറ്റ് കത്തും. LED സ്ട്രിപ്പ് ലൈറ്റോട്ട് LED ലൈറ്റും കത്തും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോണാണ് ഇത്. ലാവയുടെ യുവ 5G എന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര്. യൂണിസോക്കിൻ്റെ T760 എന്ന് പറഞ്ഞ ചിപ്സെറ്റും 4GB റാമും 128GB സ്റ്റോറേജും 5000 mAh ബാറ്ററി, പിന്നെ 18 വാട്ട്സിൻ്റെ ചാർജർ, ആൻഡ്രോയിഡിൻ്റെ 14ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ഇതിൽ ഉണ്ടാകും. ഇത് 5G നെറ്റ്വർക്കും കൂടെയാണ്. ഇതിൻ്റെ പ്രൈസ് അവർ ഇട്ടിക്കണത് ഒരു 10,000 രൂപേൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു ഫോണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ലാവ മാർക്കറ്റ് പിടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. തിരിച്ചു വരവ് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലാവ പുതിയ 2 സ്മാർട്ട് ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ആ സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ബ്ലേസ് ഡുവോ 2 എന്ന് പറഞ്ഞ ബാക്കിൽ ഡിസ്പ്ലേക്കുള്ള ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ യുവ 5G ഇറങ്ങാനും പോകുന്നുണ്ട്. അപ്പോൾ ലാവ തിരിച്ചു വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഒരു ആശംസ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നേരിടുന്നു. നേരിടുന്നതല്ല, നല്ലൊരു കാര്യം ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് നിലനിർത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹുവാവിയും കാവിയറും കൂടിയിട്ടൊരു വലിയൊരു കൊളാബറേഷൻ വരാൻ പോകുന്നുണ്ട്. കാവിയറും ഹുവാവിയും കൂടിയിട്ടൊരു ഫോൾഡബിൾ ഹുവാവിൻ്റെ മേറ്റ് XT എന്ന് പറയുന്ന 18 കാരറ്റ് ഗോൾഡിൻ്റെ സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. പ്രൈസ് ടാഗ് ആണെങ്കിലോ $1000. ഞാൻ അത് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ അതിൻ്റെ പ്രൈസ് 86 ലക്ഷം രൂപ. അതായത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ക്രൂയിസറിനെക്കാട്ടെ വില സ്മാർട്ട് ഫോണിന്, അതും ട്രിപ്പിൾ ഫോൾഡ് സ്മാർട്ട് ഫോൺ. ഓൾറെഡി ചൈനയിൽ
ആ ഒരു സാധനം, ആ ഹുവാവിടെ മേറ്റ് എക്സ് 1 മില്യണൊക്കെയാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് വിറ്റ ആ സാധനം. കാവിയർ ഏരിയ 1000K വിൽക്കാൻ പോകും. അതായത് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ 86 ലക്ഷം രൂപ. എൻ്റെ കണ്ണുണ്ടല്ലോ, ബൾബായി പോയി. ബൾബ് ബൾബ് ആ ലെവലായിക്കണം. 86 ലക്ഷം രൂപ ഫോണിൻ്റെ വില. ഏത് പ്രാധാനാണോ അതെടുക്കാനുള്ളത്? ചിലപ്പോൾ അത് ചൈനയിൽ തന്നെ അവരത് വിറ്റ് ഒഴിവാക്കും. ചിലപ്പോൾ ഇത് ലിമിറ്റഡ് എഡിഷനാണ്, അത് വേറെ കാര്യം. ചിലപ്പോൾ ഒരു 100 പീസ് ഉണ്ടാവുള്ളൂ. ആ 100 പീസ് വിറ്റിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വേറെ ലെവൽ തന്നെ. ആ ഒരു കൊളാബ് ഉണ്ടല്ലോ, അബ്സല്യൂട്ട്ലി അമേസിങ്. ചൈനക്കാരെന്നത് ആ നാട്ടിൽ തന്നെ അത് വിറ്റ് ഒഴിവാക്കും അവർ. അത്രക്കും പ്രാന്തന്മാരാണ് ഈ ട്രിപ്പിൾ ഫോൾഡിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ഉള്ളത്. ദുബായിലൂടെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു ട്രിപ്പിൾ ഫോൾഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണത്. ഒന്നും പറയാനില്ല മക്കളെ, വേറെ തന്നെ, വേറെ ഒരു സംഭവം തന്നെ കേട്ടോ ഹുവാവി. വാവ്, ഒന്നും പറയാനില്ല മക്കളെ. നിങ്ങൾ കിഡ്നിയോ വീടോ പറമ്പോ വിട്ടിട്ട് മേടിക്കാൻ ആഗ്രഹമുള്ള പ്രാന്തന്മാരുണ്ടെങ്കിൽ നോക്കിക്കോ. ഇത് ആപ്പിളിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ആപ്പിളിൻ്റെ 18 Pro മാക്സിനും വേരിയബിൾ അപ്പർച്ചർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഗായ്സ്. നല്ല ഒരു തീരുമാനമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഫോട്ടോക്ക് മാത്രമല്ല, ഇത് വീഡിയോക്കും വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത്. അതേപോലെ തന്നെ കുവോ അമ്മാവൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കുവോൻ്റെ ന്യൂസ് റിലയബിലിറ്റി 100% പെർഫെക്ഷൻ കൊടുക്കുന്ന ആളാണ്. അടുത്ത വർഷം 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ ആപ്പിളിൽ M5 ചിപ്സെറ്റ് ഇറക്കാൻ പോകുന്നുണ്ട്. TSMCൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. M5 Pro, M5 Pro Max എന്ന് പറയണ ആ ഒരു ചിപ്സെറ്റ് അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിനെ കൂടിയിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടന്നാലോ? ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് പറയാൻ പോകുന്നതും ആപ്പിളിൻ്റെ സൈഡിൽ നിന്നാണ്. ആപ്പിൾ ഒരു ഡോർബെൽ ഫീച്ചർ കൊണ്ടുവരാൻ പോകും. ഡോർബെൽ ലോക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഈ ഒരു ഡോർബെല്ലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൽ നമുക്ക് അനായാസമായിട്ട് ഫേസ് ID ഒക്കെ വെച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിൽ നമ്മുടെ ബാക്കപ്പ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആപ്പിളിൻ്റെ എക്കോസിസ്റ്റം iCloud സ്റ്റോറേജ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റാസുകളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്യാം. അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ, വലിയൊരു കാര്യമാണ്. നമുക്ക് അറിയാലോ, iCloud നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കാം, പൈസ കൊടുക്കാണ്ട് 15 GB വരെ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് അടക്കം ഇതിൽ ഈ ഡോർബെല്ലിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അത് പോരാണ്ട് തന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഫേസ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് iMac, ഐപോഡ്, മറ്റേ ഐപാഡ്, ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫേസ് ടൈം വെച്ചിട്ട്, അവരുടെ സ്വന്തം ഫേസ് ടൈം വെച്ചിട്ട് ഈ ഡോറിൻ്റെ ലോക്ക് നമുക്ക് തുറക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എക്കോസിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ ഡിവൈസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അവരുടെ ഡോർ ലോക്ക്, ഈ ഡോറിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, അവർക്കത് തുറക്കാൻ പറ്റും. അതൊരു വലിയൊരു ഹൈലൈറ്റാണ്. ഇനി വരാൻ പോകുന്നൊരു റൂമറും കൂടെ ഉണ്ട്. അതായത് ഇനി നിങ്ങളെ കയ്യിൽ ആപ്പിൾ TV കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഡോറ് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അപ്ഡേറ്റ് കൂടെ പറയാണ്ട്, ആ ഒരു റൂമർ കൂടെ ഇതിൽ പറയണം എന്ന് എനിക്ക് തോന്നി.
ഇനി നിങ്ങളെ കയ്യിൽ ആപ്പിളിൻ്റെ ഹോം പോഡ് ഉണ്ടെങ്കിൽ, ഹോം പോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകോം സിസ്റ്റം, അതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ഈ ഡോർ ലോക്കിനായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോക്ക് തുറക്കാനും പറ്റും. വേറെ ലെവൽ തന്നെ. പക്ഷെ എന്താണ്, ഈ എക്കോസിസ്റ്റമൊക്കെ നിങ്ങളെ കയ്യിൽ വേണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ 2 കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഒന്ന് നിങ്ങളെ ഫേസ് ഐ ഡി വെച്ചിട്ട് ചെയ്യാം, രണ്ടാമത് നിങ്ങളെ ഫേസ് ടൈമും വെച്ചിട്ടും ചെയ്യാം. ബാക്കി ഹോം പോഡും ആപ്പിൾ ടി വിയും ചെയ്യാം. നിങ്ങൾക്ക് 3 സാധനങ്ങൾ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഡോറിൻ്റെ ലോക്ക് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. എനിക്ക് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് അമേരിക്ക പോയിട്ട് ഒന്ന് ഓർഡർ ചെയ്യാം. 1 മാസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി വരും. യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. പക്ഷേ ഇത് ലോഞ്ചിങ് 2025 ഇതിൻ്റെ ലോഞ്ചിങ് വരാൻ പോകണം. 2025 ഇതിൻ്റെ ലോഞ്ചിങ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദിസ് റെവല്യൂഷൻ ആയിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.